ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ്ലി ജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ ഏറ്റവും കൂടുതൽ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാനും നിങ്ങളും ഒരേപോലെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ആളുകളിലേക്ക് ജോബ് വേക്കൻസികൾ എത്താനും ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ നമ്മൾ കൂടുതലാക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ലോങ് വീഡിയോസിൽ ഇടുന്നത് എനിക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന ജോബ് വേക്കൻസികളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇടാറുള്ളത്. അത് ഫ്രീ ജോബ് വേക്കൻസികളാണ്. നമുക്ക് ജോബ് വിസകൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ജോബ് വേക്കൻസികളാണ് ഞാൻ ഇടാറുള്ളത്. അതിന് നമ്മൾ സ്വന്തം റിസ്കിൽ നമ്മൾ വിസിറ്റിംഗ് വിസ എടുത്ത് പോയിട്ട് നമുക്ക് ആ ജോബിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ UAE വിസിറ്റിംഗ് വിസയിൽ നിൽക്കുന്ന ആൾക്കാർക്ക്, അതേപോലെ അവിടെ ജോബ് വിസ കഴിയാറായിട്ട് പുതിയ ജോബ് അന്വേഷിക്കുന്ന ആൾക്കാർക്ക്, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വിസയ്ക്ക് പൈസ കൊടുക്കാതെ തന്നെ നമുക്ക് ജോബ് കിട്ടുന്ന ജോബ് വേക്കൻസികളാണ് ഞാൻ ഇടാറുള്ളത്. ഇത് ഞാനും നിങ്ങൾക്ക് ഉപകാരമാകാൻ വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഓഫീസ് ത്രൂ പോകാൻ പറ്റുന്ന എല്ലാ ജോലികൾക്കും ഓഫീസ് ത്രൂ പോകാൻ പറ്റുന്ന ജോബ് വേക്കൻസികളുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഓഫീസ് നമ്പർ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലാസ്റ്റ് ഭാഗത്ത് ഏറ്റവും ലാസ്റ്റ് കൊടുക്കുന്ന നമ്പറാണ് നമ്മുടെ ഓഫീസ് നമ്പർ. അതിൽ നിങ്ങൾ CV അയക്കുക. അതേപോലെ നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ കൊണ്ടുപോകുള്ളൂ മന്ത്ലി. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്യും. ഞാൻ ഒരു പ്രാവശ്യം കോൺടാക്ട് ചെയ്തു കിട്ടിയില്ല, 2 പ്രാവശ്യം കോൺടാക്ട് ചെയ്തു കിട്ടിയില്ല, അങ്ങനെ വിചാരിച്ച് നിങ്ങൾ നിരാശരാകേണ്ട കാര്യമില്ല. നിങ്ങൾ ഇടയ്ക്കൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ലിസ്റ്റിലേക്ക് നിങ്ങളെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. നമ്മൾ ഒത്തിരി ആൾക്കാരെ നമ്മൾ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ നമ്മളവിടെ ജോബ് ഉറപ്പായി അവർക്ക് കിട്ടിയത് എന്നറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. മന്ത്ലി ഒരു ഏറി വന്നിട്ട് 10-15 ആൾക്കാരെ മാത്രമാണ് നമ്മൾ മന്ത്ലി കയറ്റി വിടുള്ളൂ. അതും ജോബ് അവിടെ കിട്ടി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ബാച്ചിന് നമ്മൾ റിക്രൂട്ട് ചെയ്ത് നമ്മൾ വിടുള്ളൂ. അപ്പം ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ജോബ് ചെയ്യാനുള്ള മനസ്സാണ് ആദ്യം വേണ്ടത്. അതായത് നിങ്ങളുടെ പുതിയതായിട്ടൊരു ജോബ് നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ജോബ് നോക്കുന്ന ആൾക്കാർ ആദ്യം ചിന്തിക്കേണ്ടത് നമുക്ക് എങ്ങനെയും പോയിട്ട് സെറ്റിൽ ആവുക എന്നുള്ള കാര്യം തന്നെയാണ്. ഞാനൊക്കെ 13ാമത്തെ വയസ്സ് മുതൽ കൂലിപ്പണിക്ക് തുടങ്ങി. എൻ്റെ 21ാമത്തെ വയസ്സിലാണ് ഞാൻ ഗൾഫിൽ പോയത്. ഞാൻ ഒരു പ്രൊഫഷണലായിട്ടൊരു കോഴ്സ് പഠിച്ച് പോയിട്ട് വരെ നമുക്കൊക്കെ പാത്രം കഴുകേണ്ടി വന്നിട്ടുണ്ട്, നമുക്കൊക്കെ തറ തുടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു നിലയിൽ നിന്നാണ് നമ്മുടെ കരിയർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നത്. അതേപോലെ ഞാൻ എന്ത് ജോലിയും ചെയ്യാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞിട്ട് വേണം നമ്മളല്ലേ സന്നദ്ധരാണെന്ന് കരുതിയിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. കാരണം നമുക്ക് എപ്പോഴും നമ്മൾ കൊണ്ടുപോകുന്ന ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ പറയുന്ന ജോബിലേക്ക് നമ്മളാക്കി കൊടുക്കാറുണ്ട്. പക്ഷേ നമുക്ക് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ ചിലപ്പോൾ നമുക്ക് 1-2 മാസങ്ങൾക്ക് ശേഷമൊക്കെ തന്നെ നമുക്കൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ജോബ് കിട്ടാനൊക്കെ വഴിയുള്ളൂ. കാരണം നമ്മൾ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട ജോബ് ആണെന്നുണ്ടെങ്കിൽ, അതേപോലെ ഭാഷ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ മലയാളികൾക്ക് കൂടുതലും അറിയുന്നത് ഇംഗ്ലീഷും മലയാളം മാത്രമാണ്. ഹിന്ദി ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. ഇപ്പോൾ വരുന്ന തലമുറയ്ക്ക് കുറച്ച് ആൾക്കാർക്കൊക്കെ കുറച്ച് ഹിന്ദി അറിയാമെന്നല്ലാണ്ട്. പക്ഷേ നമ്മൾ വിദേശ രാജ്യത്തേക്ക് നമ്മൾ പോകും, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലൊക്കെ പ്രധാനമായിട്ട് വേണ്ടത് ലാംഗ്വേജ് ഹിന്ദിയാണ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക, ഇന്ത്യ ഈ ഭാഗത്തു നിന്നുള്ള ആൾക്കാർക്കൊക്കെ സംസാരിക്കുന്നത് ഹിന്ദി ലാംഗ്വേജാണ്. അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലുള്ള ആൾക്കാർക്കും ഈ ഹിന്ദി ലാംഗ്വേജസ് അറിയാം. പിന്നെ നമ്മുടെ അവിടെയുള്ള അറബികൾക്കും ഹിന്ദി അറിയാം. പക്ഷേ നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് നല്ലൊരു ജോലി, ഹൈ സ്കെയിൽ സാലറി ഉള്ള ജോബ് കിട്ടാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ ആൾക്കാർക്ക് ലാംഗ്വേജ് ഇഷ്യൂ ആണ്. ഇപ്പോൾ ഒരു HR ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, ഇനി ഒരു ക്യാഷ്യർ ജോബ് ആയിക്കോട്ടെ, അങ്ങനെ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് സംബന്ധപ്പെട്ട ജോബ് ആയിക്കോട്ടെ, എന്ത് ജോബാണെങ്കിലും ഒരു ഡ്രൈവർ ആണെങ്കിൽ പോലും നമുക്ക് ഹിന്ദി അറിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, ഈ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെൻറ്റ്, ഇവർക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ് അവിടുത്തെ സ്റ്റാഫുകളായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ കസ്റ്റമേഴ്സുമായിട്ട്. അപ്പോൾ അതിന് ഹിന്ദി ലാംഗ്വേജ് അറിയില്ല. നമ്മുടെ ഈ കൂടുതലും ഇന്ത്യ, അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള മറ്റു രാജ്യങ്ങളിലെ ആൾക്കാരൊക്കെ നമ്മുടെ ഇന്ത്യയോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലൊക്കെ, ബംഗ്ലാദേശ് അടക്കം ഉള്ള എല്ലാ രാജ്യങ്ങളിലും ഇവരൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ അടുത്ത് ഹിന്ദി ആയിരിക്കും. നമുക്ക് ഹിന്ദി അറിയില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്കവിടെ നെഗറ്റീവായി. അപ്പോൾ അത് നമ്മുടെ അവിടെ എന്ത് വർക്കും ചെയ്ത് നമ്മൾ ഏറ്റവും നല്ലത് ഒരു ബിഗിനറായിട്ടുള്ളൊരു വ്യക്തി എപ്പോഴും താഴെ തട്ടിയും തുടങ്ങിയെങ്കിൽ മാത്രമേ നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് കൃത്യമായ രീതിയിൽ നമുക്ക് കെട്ടിപ്പടുത്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഞാൻ ഇന്ന ജോലിയെ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരുന്നിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്ന പ്രൊഫഷനാണ് പഠിച്ചേക്കുന്നത്, ഞാൻ ഇന്നതേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ സക്സസ് ആവില്ല. ഞാൻ എൻ്റെ കുറച്ച് ടിപ്സ് ഞാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യമാണ്, നമ്മൾ ആദ്യം തന്നെ ഉദ്ദേശിക്കേണ്ടത് നമ്മളൊരു 2 വർഷം നമ്മുടെ ലൈഫിൽ നമുക്ക് സാലറി കിട്ടുകയും ചെയ്യുമല്ലോ. നമുക്ക് സാലറി കിട്ടും, കുറഞ്ഞ സാലറി ആണെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാൻ പറ്റുന്ന ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ നമുക്ക് പഠിക്കാം, ആ രാജ്യം പഠിക്കാം, പിന്നെ നമുക്ക് ഭാഷ പഠിക്കാം.
അപ്പോൾ നമുക്ക് അവിടുത്തെ റൂൾസുകൾ കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിൽ മുന്നോട്ട് പോകണം നമുക്ക് പഠിക്കാൻ പറ്റും. അവിടെ പല സ്റ്റേറ്റുകളുണ്ട്. ആ സ്റ്റേറ്റുകളിൽ നമുക്ക് ഏത് സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചിട്ടുള്ള ജോബ് കിട്ടുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം. പിന്നെ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നമുക്ക് കിട്ടും. ഏറ്റവും കൂടുതൽ ഇപ്പോൾ എനിക്കൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ജോബ് വേക്കൻസികളൊക്കെ കണ്ടെത്തി കൊടുക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു ഘടകമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചെറിയൊരു കാര്യമല്ല. നമ്മുടെ നാട്ടിൽ നമ്മുടെ തൊട്ടയൽവക്കത്തുള്ള ആൾ ചിലപ്പോൾ അവിടെ നല്ല സാലറിയിൽ ഇപ്പോൾ ഗൾഫിലോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലൊക്കെ പൈസയുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ട് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി അവിടെ അവരെ പോലെ ഹാർഡ് വർക്ക് ചെയ്ത് പൊന്തി വരാൻ കഴിയുമോ എന്നുള്ള സക്സസ് ആവും, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ അവർ പിടിച്ചു നിൽക്കും എന്നുള്ളത് ആർക്കും ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആരെയും കൊണ്ടുപോകാത്തത്. അതൊന്നും നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പോയി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹമില്ല, അല്ലെങ്കിൽ അവർ നമ്മളെ കൊണ്ടുപോകുന്നില്ല, അവർക്ക് ഭയങ്കര എന്താ പറയുക, സാധാരണക്കാരൻ പറയുന്നത് അവർക്ക് ഭയങ്കര കണ്ണിക്കടിയാണ് നമ്മൾ നന്നായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര അസൂയാണ് നമ്മൾ നന്നായി കഴിഞ്ഞാൽ എന്ന് കരുതിയിട്ടല്ല. അത് മാത്രമല്ല എൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അതായത് അവർ കൊണ്ടേ ആക്കുന്ന ജോബ് ചിലപ്പോൾ ചെറിയ ജോലിയായിരിക്കും. അവിടെ നിന്ന് വളരാനുള്ള ഒരു കഴിവുള്ള ആൾക്കാരാണെങ്കിൽ കയറിപ്പോവും. ഇപ്പോൾ എന്നെയൊക്കെ ഞാനിവിടുന്ന് സൗദി അറേബ്യ പോയ സമയത്ത് ഞാൻ അൽബേക്കിലാണ് വർക്ക് ചെയ്തത്. ഒരുപാട് മണിക്കൂർ 19 മണിക്കൂർ നിൽക്കുന്ന ജോലിയായിരുന്നു. അവിടെ സൗദിയിലുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ജിദ്ദ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും അൽബേക്കിൽ വർക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു മിഷൻ വർക്ക് ചെയ്യുന്ന പോലെയാണ് വർക്ക് ചെയ്യുക. പക്ഷെ നമുക്ക് വീക്കിലി ഓഫ് ഉണ്ടാവും. പക്ഷെ ബാക്കി എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഈ 19 മണിക്കൂർ 18 മണിക്കൂറൊക്കെ നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോഴേ നമുക്കൊരു സാലറി കിട്ടുള്ളൂ. 900 ദിർഹംസ് ബേസിക് സാലറിയാണ് ഞാൻ കയറുന്നത്. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് ആ സാലറി നിന്നിട്ട് 1600 ദിർഹംസ്, 1700, 1900, 2000 ദിർഹംസ്, 2000-ന് മുകളിലൊക്കെ ഞാൻ ഓവർ ടൈം ചെയ്ത് മന്ത്ലി ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അത് അങ്ങനെ കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിജയിക്കാം, 100% വിജയിക്കാം. ഇപ്പം ഞാനൊക്കെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിലാണെങ്കിൽ UAE എനിക്ക് അത്യാവശ്യം നല്ല സാലറി സ്കെയിലാണുള്ളത്. അപ്പോൾ നമ്മൾ ആ ലെവലിലേക്ക് നമ്മൾ വളരണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ നമ്മുടെ അടിത്തറ അത് ഭദ്രമായിരിക്കണം. ഒന്ന് ലാംഗ്വേജ് നമുക്ക് പക്കയായിട്ട് കിട്ടണം. ഞാൻ അത്യാവശ്യം നന്നായിട്ട് അറബി പറയും, അത്യാവശ്യം നന്നായിട്ട് ഹിന്ദി പറയും. ഈ 2 ഭാഷ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയാലും, ഗൾഫ് കൺട്രീസിൽ എവിടെ പോയാലും നമുക്ക് പിടിച്ചു നമുക്ക് പറ്റും. അപ്പോൾ ഞാൻ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, പുതിയതായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോടാണ് പ്രത്യേകമായിട്ട് ഈ കാര്യം പറയുന്നത്. നമ്മളിവിടുന്ന് വിടുന്ന പല ആൾക്കാർക്കും വീട് വിട്ട് നിൽക്കുന്നതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ തന്നെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വഴി അല്ലാണ്ട് ഫ്രീ ആയിട്ടുള്ള ജോബ് വിസ കിട്ടി പോകുന്ന ഒരാളാണെങ്കിലും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആ സാഹചര്യത്തിനോട് പൊരുത്തപ്പെടാണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് മാറി നമ്മളൊരു റൂൾസ്, ഒരു നിയമത്തിൻ്റെ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് 12 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ 10 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടാവും, കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് എത്തണം. അതേപോലെ നമ്മൾ ഏത് ഫീൽഡിലാണ് നിൽക്കുന്നത് ആ ഫീൽഡിൽ നമ്മൾ 100% നമ്മൾ ഉത്തരവാദിത്തോടെ ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യും എന്നുറപ്പുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി അത് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഉൾക്കൊണ്ടിട്ട് വേണം നമ്മളിന്ന് പോകാൻ. അല്ലെങ്കിൽ നമുക്ക് എന്തവിടെ കിട്ടിയാലും, എത്ര നല്ല ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേറെ നല്ലത് കിട്ടും എന്നുള്ള വിചാരത്തിൽ കഷ്ടത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യും, ഉത്തരത്തിലുള്ളത് കിട്ടില്ല. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോവുക. ഞാൻ എല്ലാവരോടും കൂടി പറഞ്ഞെന്നുള്ളൂ. കാരണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് കുറച്ച് നാൾ നമ്മൾ ബുദ്ധിമുട്ടിയാലും നല്ലൊരു ഭാവി നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ജോബിന് പോകുന്ന ആൾക്കാർ മാത്രമേ സക്സസ് ആവുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലമാണ്, ഒരുപാട് ആൾക്കാർ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ജോലി അത് ദൈവതുല്യമായിട്ട് കണക്കാക്കി ആ ജോബിൽ നിന്നിട്ട് നിങ്ങൾ മറ്റൊരു ജോബ് അന്വേഷിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഓക്കെ ബൈ, താങ്ക് യു. ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ഏറ്റവും ആദ്യം കൊടുക്കുന്ന ജോബ് വേക്കൻസികളാണ് ജോബ് വിസകൾ ഫ്രീ ആയിട്ടുള്ള ജോബ് വേക്കൻസി എനിക്ക് വന്നിട്ടുള്ളത്. അതിനുശേഷം വിടുന്ന ഏറ്റവും ലാസ്റ്റ് ഭാഗത്തായിട്ട് ഞാൻ കൊടുക്കുന്ന നമ്പറുണ്ട്. അത് നമ്മുടെ ഓഫീസ് നമ്പറാണ്. ആർക്കൊക്കെ നിങ്ങൾ ഈ ഫ്രീ ജോബ്സ് അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, കൺസൾട്ടൻസി ത്രൂ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ നമ്പറിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. രാവിലെ 9 മണി മുതൽ 4 മണി വരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസിൽ അവിടെ എൻഗേജ്ഡ് ആയിരിക്കും. കാരണം എൻ്റെ വീഡിയോസ് കാണുന്ന 90% ആൾക്കാരും കോൺടാക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എൻഗേജഡ് ആണെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. CV അയച്ചിട്ടുണ്ടെങ്കിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മന്ത്ലി ഒരു ഇത്ര ആൾക്കാരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവരുടെ പ്രൊസീജിയേഴ്സാണ് നോക്കുക. അവരിവിടുന്ന് പോകുന്നതിൻ്റെ കാര്യങ്ങൾ, അവരുടെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ നോക്കി അവർ സേഫ് ആക്കുന്ന അവരെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ശേഷം മാത്രം നമ്മൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ വീഡിയോസ് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, കൊടുക്കുന്ന നമ്പറിൽ കോൾ ചെയ്തിട്ട് അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ കൃത്യമാക്കുക. ഓക്കെ ബൈ, നമുക്ക് വീണ്ടും കാണാം.